ഒമാൻ തീരത്തിന് സമീപം ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ ഇന്ധന ടാങ്കർ കപ്പലിന് നേരെ ആക്രമണമുണ്ടായിരിക്കുകയാണ്. മിസൈൽ പോലുള്ള ആയുധം പതിച്ചതിനെ തുടർന്ന് കപ്പലിന് തീപിടിച്ചതായി ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കീഴിലുള്ള യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച പുലർച്ചെ ഒമാനിലെ ലിമിക് സമീപമാണ് സംഭവം നടന്നത്. ഹോർമുസ് കടലിടുക്കിൽ നിന്നും തെക്കോട്ട് ഗൾഫ് ഓഫ് ഒമാനിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കപ്പലിന്റെ ഇടതുഭാഗത്ത് പ്രൊജക്ടൽ വന്ന് പതിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ആക്രമണത്തിൽ കപ്പലിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആളപായമോ പാരിസ്ഥിതിക മലിനീകരണമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ തുടർന്നാണ് ദ്രവീകൃത പ്രകൃതിവാതകം വഹിച്ചുകൊണ്ടുള്ള ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ വ്യക്തമാക്കിയെങ്കിലും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാൻ നേരിട്ട് ഏറ്റെടുത്തിട്ടില്ല. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ടാങ്കറിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ സുരക്ഷാ നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേനയുടെ പിന്തുണയോടെ ഒമാൻ വഴി പോകാൻ ശ്രമിച്ച ഓയിൽ ടാങ്കറിന് നേരെയാണ് നടപടി ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRIB റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഇറാന്റെ സൈനിക ഭാഗങ്ങളുമായി ഏകോപിപ്പിക്കണമെന്നും നേരത്തെ തന്നെ കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ സൈന്യം 2 മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് US ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട്. മറ്റൊരു കപ്പലിനും ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതേസമയം ഇറാൻ സൈന്യം മൈനുകൾ നീക്കം ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയിലേക്ക് കപ്പൽ പ്രവേശിച്ചതാകാം ആക്രമണത്തിന് കാരണമായതെന്നാണ് ടെഹ്റാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തങ്ങൾ അനുമതി നൽകിയ പാതയിലൂടെ അല്ലാതെ ഒമാൻ തീരത്തോട് ചേർന്ന് പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ ഇപ്പോൾ പറയുകയാണ്. ഫെബ്രുവരിയിൽ ആരംഭിച്ച US-ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം കനത്ത പ്രതിസന്ധി നേരിടുകയാണ്. സംഭവത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകാൻ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എങ്കിലും തന്ത്രപ്രധാനമായ ഈ ജലപാതയുടെ നിയന്ത്രണവും സുരക്ഷയും ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇറാൻ ഭരണകൂടം ആവർത്തിച്ച് പറയുന്നുണ്ട്. ജൂൺ 25-ന് സിംഗപ്പൂർ പതാകയുള്ള എവർ ലവ്ലി എന്ന ചരക്ക് കപ്പൽ പുതിയ പാതയിലൂടെ സഞ്ചരിച്ചതിന് പിന്നാലെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. തുടർന്ന് US നടത്തിയ തിരിച്ചടിയിൽ മേഖലയിൽ വലിയ സംഘർഷത്തിനാണ് വഴിവെച്ചത്. മേഖലയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ വഴിവെച്ചിരുന്നെങ്കിലും വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് മറുപടിയായി കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ദോഹയിൽ വെച്ച് ആക്രമണങ്ങൾ അവസാനിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത്. നിലവിൽ ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. അതിനുശേഷം ദോഹയിൽ നടക്കുന്ന 2ാം ഘട്ട ചർച്ചയിൽ ഒരു എക്കാലത്തേക്കും പോലെ ഒരു സമാധാനപരമായ ഒരു ധാരണയിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.